ഓക്കെ. അപ്പൊ നമ്മുടെ CA അണ്ടർ ഓഡിറ്റിംഗ് ഓൾ ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്ന ട്രിക്കി സീരീസ് ക്വസ്റ്റ്യൻ സീരീസിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. CA Ribbon completed the audit of a listed company. Okay, and the audit report was issued on July 17th. ഓക്കെ, ജൂലൈ 17th കൊടുത്തോട്ടെ. 31st March 2024 കഴിഞ്ഞ് ജൂലൈ 17th കൊടുത്തു. ഓക്കെ, ഹവർ ഹി ഹാഡ് നോട്ട് പ്രോപ്പർലി ഓർഗനൈസ്ഡ് ദ ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ്. SA 230 നമുക്കറിയാം, ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഹാവ് ടു ബി ഓർഗനൈസ്ഡ് വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓക്കെ, ഇൻക്ലൂഡിംഗ് റെക്കോർഡ്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോംഡ് ആൻഡ് ഒന്നും പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ഓർഡറിൽ റെഫറൻസ് കൊടുത്തിട്ട് കറക്റ്റ് ഫോർമാറ്റിൽ ലൈക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിൽ കീപ്പ് ചെയ്തിട്ടില്ല. വെച്ചാൽ ഫൈനൽ ഓഡിറ്റ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മുടെ ഓഡിറ്റ് ഡോക്യുമെന്റേഷനെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ് പറയണത്. More than 6 months after issuing the report, he received a letter from the regulator in connection with the audit of the company. Regulator means SEBI ആരെങ്കിലും വേണമെങ്കിൽ ആവാം. അവർക്ക് ഒരു ലെറ്റർ കിട്ടി. എന്ത് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് 6 മാസത്തിന് ശേഷം ഏതോ റെഗുലേറ്റർ SEBI ആര് വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ROC ആര് വേണമെങ്കിലും ആവാം. ഇത് കമ്പനിയൊക്കെ അല്ലേ, കമ്പനി റെഗുലേറ്റ് ചെയ്യുന്ന ആരൊക്കെയാണ്? ROC, MCA, SEBI, ഇവരൊക്കെ. ആരുടെക്കുന്നോ എന്തോ ഒരു ലെറ്റർ കിട്ടി, റിക്വസ്റ്റിംഗ് ഹിം ടു ഷെയർ ദ കോപ്പി ഓഫ് ഓഡിറ്റ് ഫയൽ. ഈ ഓഡിറ്റ് ഫയൽ പറഞ്ഞാൽ എന്താ? ഈ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും അതുപോലെ തന്നെ മാനേജ്മെന്റ് ആയിട്ടുള്ള ഡിസ്കഷനും അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള എവിഡൻസും എല്ലാം ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത് ഓഡിറ്റ് ഫയൽ. അതിന്റെ കോപ്പി ഷെയർ ചെയ്യാൻ പറഞ്ഞു. നിയമം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നല്ലോ. ഓക്കെ, ഇൻ എ ഹറി CA Ribbon ക്വിക്ലി അസംബിൾ ദ ഓഡിറ്റ് ഫയൽ. അപ്പൊ ഇത്രയും കാലം ഓർഗനൈസ് ചെയ്ത് അല്ലെങ്കിൽ അസംബിൾ ചെയ്ത് വെച്ചിട്ടില്ല. നമ്മള് 60 ഡേയ്സിനുള്ളിൽ വെക്കണം എന്നാ പറയണത്. 6 മാസമായിട്ടും വെച്ചിട്ടില്ല. ആഡിങ് സം പേപ്പർ ദാറ്റ് ഹി തോട്ട് വെർ നെസസറി. ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ബട്ട് ഹി യൂസ് ദ കറന്റ് ഡേറ്റ് ഓൺ ദോസ് ന്യൂലി ആഡഡ് ഡോക്യുമെന്റ്സ്. ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുതിയ ഡേറ്റ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഓഡിറ്റിന്റെ റിലേറ്റഡ് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഓഡിറ്റ് ഫയലിലെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റിന് മുന്നുള്ള ഡേറ്റ് ആയിരിക്കണം. കാരണം എന്നാലല്ലേ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റിന് മുന്നേ ഉള്ള ഡേറ്റ് ആയിരിക്കണം മിക്ക എല്ലാ ഡോക്യുമെന്റ്സുകളും. ആ മുന്നുള്ള ഡേറ്റ് ഉള്ള ഡോക്യുമെന്റ്സിന്റെ മേലെ വെരിഫൈ ചെയ്തിട്ടല്ലേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓഡിറ്റ് റിപ്പോർട്ടിന് ഡേറ്റിന് ശേഷം ഒരു ഡേറ്റ് ഓഡിറ്റ് ഫയലിൽ ഒരു ഐറ്റത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഓഡിറ്റ് റിപ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ആ ഡോക്യുമെന്റ് കിട്ടിയെന്നുള്ളതാ. അപ്പോൾ ഇൻഡയറക്ട്ലി ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ ഡോക്യുമെന്റ് കൺസിഡർ ചെയ്തില്ല എന്നുള്ള മീനിങ് ആയിരിക്കില്ലേ? ഓഡിറ്റ് റിപ്പോർട്ടിന് മുന്നേ ആയിരിക്കണ്ടേ നോർമലി ഓഡിറ്റ് ഫയലിലുള്ള എല്ലാ ഡോക്യുമെന്റിന്റെ ഡേറ്റും? എന്നാലല്ലേ ഈ ഡോക്യുമെന്റുകളുടെ ഡേറ്റുകളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെന്റിന്റെ ഡേറ്റിന്റെ ശേഷമായിട്ടുള്ള ഒരു ഡേറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക. ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ശേഷം ഉള്ളൊരു ഡേറ്റ് ആഡ് ചെയ്തിട്ട് ഒരു ഡോക്യുമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് കൺസിഡർ ചെയ്യാതെ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു എന്നുള്ളൊരു മീനിങ് ആയിരിക്കില്ലേ? ഇത് ഒരിക്കലും ശരിയല്ല. He then sent the audit file to the regulator, discuss the issues involved related to the audit documentation. മെയിൻലി ഇവിടെ നമുക്കറിയാം SQC 1 പ്രകാരം ആദ്യം നമ്മൾ 60 ഡേയ്സിന്റെ സംഭവം പറയണം. ഓഡിറ്റ് റിപ്പോർട്ടിന് ശേഷം 60 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ നമുക്ക് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കീപ്പ് ചെയ്യേണ്ട പീരീഡും പറയാം, 7 years. അത് SQC 1 പറയുന്നുണ്ട്, SA 230 പറയുന്നുണ്ട്. SA 230 വിത്ത് റെസ്പെക്ട് ടു ഓഡിറ്റ്, SQC 1 വിത്ത് റെസ്പെക്ട് ടു ഓൾ അഷുറൻസ് എൻഗേജ്മെന്റ്. പിന്നെന്തെങ്കിലും പറഞ്ഞിട്ട് വരാം. പിന്നെ നമ്മള് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ടത് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ്. എന്നാലാണ് ഒരു ക്വാളിറ്റേറ്റീവ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആവുള്ളൂ. ഓഡിറ്റ് ഫുള്ള് കഴിഞ്ഞിട്ട് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി ഓഫ് വർക്കിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ഈ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്യാലും ഓഡിറ്റ് ഫയൽ അസംബിൾ ചെയ്യലും രണ്ടും രണ്ട് പ്രോസസ്സാണ് കേട്ടോ. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മളൊന്നത് ഇലക്ട്രോണിക്കിലോ അല്ലെങ്കിൽ പേപ്പർ ഫോമിലോ കളക്ട് ചെയ്യാം. ഇപ്പോ ഇൻവോയ്സ്, പർച്ചേസിന് മേലെ എല്ലാ ഇന്റർണൽ കൺട്രോളും കറക്റ്റ് ആയിട്ട് മാനേജ്മെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്ന് മാനേജ്മെന്റ് പറയാണ്. അത് ഞാൻ അവർക്ക് എഴുതി തരാൻ പറയണെങ്കിൽ അവർ പറഞ്ഞ സാധനം ഞാൻ ഡോക്യുമെന്റ് ചെയ്തതായി. ഇതൊക്കെ ഞാൻ പ്രോപ്പർലി ഓഡിറ്റ് എല്ലാം കഴിഞ്ഞ ശേഷം എന്റെ ഫയലിൽ ഓർഗനൈസ് രീതിയിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് ഓഡിറ്റ് അസംബ്ലി പറഞ്ഞത്. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഒരാൾക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ
നമ്മൾ ഓഡിറ്റിൽ കണ്ട സംഭവങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. അതാണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ഐറ്റംസുകൾ ഉണ്ടല്ലോ, പേപ്പർ ഫോം ആവാം, ഇലക്ട്രോണിക് ഫോം ആവാം, ഇതെല്ലാം ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ഫോൾഡറിൽ അല്ലെങ്കിൽ പ്രോപ്പർ ഫയലിൽ പ്രോപ്പർ ഓർഡറിൽ കീപ്പ് ചെയ്യണതാണ് എന്ത് ഓഡിറ്റ് അസംബ്ലി അസംബ്ലി പ്രോസസ്സ് അല്ലെങ്കിൽ ഫയൽ അസംബ്ലി എന്നൊക്കെ പറയണത്. ഓക്കെ, അല്ലെങ്കിൽ ഓർഗനൈസിങ് ഫയലൊക്കെ. ഓക്കെ, 60 ഡേയ്സിന്റെ കേസ് പറയുന്നുണ്ട്. പിന്നെ SQC 1 പ്രകാരം നമ്മള് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഫോർ റീടെൻഷൻ ഓഫ് എൻഗേജ്മെന്റ് ഡോക്യുമെന്റേഷൻ. ഇന്ന രീതിയിലാണ് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മിനിമം 7 ഇയേഴ്സ് കീപ്പ് ചെയ്യണം. വേണമെങ്കിൽ അത് 8 ഇയേഴ്സ് എന്ന് പറയാം, ബട്ട് മിനിമം 7 ഇയേഴ്സ് എന്തായാലും പറഞ്ഞിരിക്കണം. കാരണം അതാണ് ലോ റിക്വയർ ചെയ്യുന്നത്. SQC 1 ആയാലും മിനിമം 7 ഇയേഴ്സ് കീപ്പ് ചെയ്യണം എന്നാണ് പറയണത്. ഇപ്പൊ ഓഡിറ്റർക്ക് അല്ലെങ്കിൽ ഫെർമിന് 10 വർഷം കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 വർഷം കീപ്പ് ചെയ്യാം, ബട്ട് മിനിമം 7 ഇയേഴ്സ് എന്തായാലും വേണ്ടി വരും. അപ്പൊ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ അപ്രോപ്രിയേറ്റ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ആര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഫേം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ ഇഷ്യൂസിന് പുറമെ ഈ ഇഷ്യൂസ് റിലേറ്റഡ് കുറച്ച് പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ അത്തരമാണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഫസ്റ്റത്തെ 60 ഡേയ്സിനുള്ളിൽ ഇവർ അസംബിൾ ചെയ്തില്ല, അതാണ് ഫസ്റ്റത്തെ ഇഷ്യൂ. പിന്നെന്താണ് ചേഞ്ചസ്, ഫൈനൽ നോക്ക് പുതിയ ഡേറ്റ് ഇട്ടിട്ട് ഒരു ഡോക്യുമെന്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒപ്പീനിയനെ എഫക്ട് ചെയ്യുന്ന ഒരു ചേഞ്ച് ആണ്. കാരണം ആ ഡോക്യുമെന്റ് കൺസിഡർ ചെയ്തില്ല എന്നാണ് മീനിങ്. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ ചേഞ്ച് അല്ല. അപ്പൊ ചേഞ്ചസ് നമുക്ക് ചെയ്യാം, ഫൈനൽ അസംബ്ലിക്ക് ശേഷം ഇപ്പൊ ചേഞ്ചസ് ചെയ്യാം. അത് പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒപ്പീനിയൻ എഫക്ട് ചെയ്യാത്തതായിരിക്കണം. ഇപ്പൊ ഇതില് പറയുന്നുണ്ട് ഫയൽ അസംബ്ലി ചെയ്തിട്ടില്ല. വല്ല കുത്തിവരച്ച പേപ്പറുകളോ അല്ലെങ്കിൽ കോപ്പീസ് ഒക്കെ വല്ല ഇരിക്കണേ അതൊക്കെ മാറ്റി വെക്കാം. കാരണം അതെന്താന്നും ഒപ്പീനിയനെ മാറ്റുന്ന ഇതല്ല. അതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ ആണ്. എന്നാ ഒരു ബാങ്ക് കൺഫർമേഷൻ എടുത്ത് മാറ്റാൻ പറ്റുമോ? ഇല്ല. ബാങ്ക് കൺഫർമേഷൻ എടുത്ത് മാറ്റി കഴിഞ്ഞാല് അവിടെ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക, ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒപ്പീനിയൻ എഫക്ട് ചെയ്യുന്ന മാറ്റങ്ങൾ പാടില്ല. ഒപ്പീനിയൻ എഫക്ട് ചെയ്യാത്ത മാറ്റങ്ങൾ ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഓഡിറ്റ് അസംബ്ലിങ്ങിന്റെ കേസല്ല പറയണത്. ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ആണ്. അതെപ്പോഴും ഓഡിറ്റിന്റെ ഒപ്പം വേണം ചെയ്യാന്. അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർഡ് ആഫ്റ്റർ ദ ഓഡിറ്റ് വർക്ക് ലെസ് അക്യുറേറ്റ് ആയിരിക്കും. അത്രയൊക്കെ ഇതിൽ പറയണുള്ളൂ. ഇതൊക്കെ ജനറൽ പോയിന്റ്സുകളാണ്. ഇതാണ് ഫസ്റ്റത്തെ ഇഷ്യൂ. ഇതാണ് പിന്നെ സെക്കൻഡ് ഇഷ്യൂ പറയണത്. നോട്ടിഫൈഡ് ബിഫോർ കറന്റ് ഡേറ്റ് വിച്ച് ഇസ് നോട്ട് പെർമിസിബിൾ അറ്റ് ഓൾ. ഓക്കെ, ഇത് വായിക്കാട്ടാ. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു ജനറൽ പോയിന്റ് ആണ്. SQC 1 പ്രകാരം ഫേമിന്റെ ഉത്തരവാദിത്തമാണ് എൻഗേജ്മെന്റ് ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് പോളിസി ആൻഡ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ SQC 1 പഠിക്കുന്നുണ്ട്. ഓക്കെ, അത് ഫെർമിന് എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ഇന്ന സോഫ്റ്റ്വെയറിൽ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പാസ്വേഡ് ഇട്ടിട്ട് വേണം ലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന ഓർഡറിൽ വേണം കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത്ര വർഷം കീപ്പ് ചെയ്യാൻ, അതിൽ എന്ത് വേണമെങ്കിലും ആവാം. അത് ഫെർമിന്റെ ഇഷ്ടമാണ്. മിനിമം 7 ഇയേഴ്സ് കീപ്പ് ചെയ്യണമെന്ന് ലോ പറയുന്നുണ്ട്. അത് എന്താണ് 6 ഇയേഴ്സ് ആക്കാം, അങ്ങനെയൊന്നും ഫെർമിന് പറയാൻ പറ്റില്ല. നിയമം പറയുന്നതിന് പുറമെ ഡോക്യുമെന്റേഷന്റെ ക്വാളിറ്റി കൂട്ടാൻ എന്ത് പോളിസി ആൻഡ് പ്രൊസീജിയറും ഫെർമിന് ഓഡിറ്റ് ഫെർമിന് എന്ത് ചെയ്യാം, എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി, സോറി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CDE Private Limited, a manufacturing company, had made investment in shares of some blue chip companies. It had temporarily deposited some of its extra fund in fixed deposit with a scheduled bank. Okay, dividend shares amounting to 1.8 lakh. ഡിവിഡൻഡ് 1.8 ലക്ഷം കിട്ടി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് TDS ഓഫ് 0.2 ലാക്ക്. അപ്പൊ ടോട്ടൽ ഡിവിഡൻഡ് ഇൻകം പറഞ്ഞാൽ എത്ര? 2 ലാക്ക് ആണ്. സോറി, 0.2 ലാക്ക് വെച്ചാൽ 20,000. ബാങ്ക് ഇൻട്രസ്റ്റ് 2.7 ലാക്ക് കിട്ടി ബൈ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് 30,000. ഡ്യൂറിംഗ് ദി ഇറ്റ് ഹാസ് സോൾഡ് സം ഷെയർസ്. ഓക്കെ, ഇത്ര 5 ലാക്ക് എന്താണ് ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്. കമ്പനി ഷോൺ അബവ് ഇൻകം അണ്ടർ ദ ഹെഡ് അതർ ഇൻകം ഫോർ. ഓക്കെ, ഇത് ടോട്ടലി 9.5 ആക്കിയിട്ട് അതർ ഇൻകം കാട്ടിയിരിക്കുകയാണ്. നമുക്കറിയാം അതർ ഇൻകത്തിന്റെ അടിയിൽ ഇത് സെപ്പറേറ്റ്ലി കാണിക്കണം. ഡിവിഡൻഡ് ഇൻകം വേറെ, അതുപോലെ തന്നെ എന്നാലും ട്രൂ ആൻഡ് ഫെയർ പ്രസന്റേഷൻ ആണല്ലോ. അല്ലാതെ ഇത് മൊത്തം 9.5 എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് ഇതിൽ ഫുള്ള് എന്ത് അതർ ഇൻകം എന്ന് പറഞ്ഞിട്ട് 9.5 അതർ ഇൻകത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നൊരു കൺഫ്യൂഷൻ. ഒരു ഫെയർ പ്രസന്റേഷൻ അല്ലല്ലോ. ഫെയർ പ്രസന്റേഷൻ എപ്പോഴാവാ? അതർ ഇൻകം എന്ന് എഴുതാ, അതിന്റെ കീഴിൽ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ്, അതും ഗ്രോസ് എമൗണ്ട് വേണം കാണിക്കാന്. ഇവര് നെറ്റ് എമൗണ്ട് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് എൻട്രി ഇടുക? ക്യാഷ് അക്കൗണ്ട്. ഇപ്പൊ ഡിവിഡൻഡിന്റെ കേസിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1.8 ലാക്ക്, TDS അക്കൗണ്ട്
ഡെബിറ്റ് 0.2 ലാക്ക് ടു ഡിവിഡന്റ്. ഈ ഡിവിഡന്റ് അല്ലേ പി എന്നിലോട്ട് പോവാന്ന് വെച്ചാൽ 2 ലാക്കാണ് പി എന്നിലോട്ട് പോവാ. പക്ഷേ ഈ 9.5 ലാക്കിൽ എത്ര 1.8ഉം അതുപോലെ തന്നെ 2.7ഉം അതുപോലെ തന്നെ 2.7ഉം അതുപോലെ തന്നെ 5 ലാക്കും ഉള്ളു. അപ്പോ ഇത് ശരിയല്ല ഇവര് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. മിസ്സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ ആദ്യം എഴുതി. ഇവിടെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ലാക്ക് അല്ല അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്, 3 ലാക്കും അല്ല അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 10 ലാക്ക് അക്കൗണ്ട് ചെയ്യേണ്ടടുത്ത് 9.5 അല്ല അക്കൗണ്ട് ചെയ്തിട്ടുള്ളൂ. ടി ഡി എസ് അടക്കമുള്ളത് വേണം ഇൻകം ആക്കി കാണിക്കാന്. ഓക്കെ. അതാണ് ഇവിടെ പറഞ്ഞത്. സിമ്പിൾ ആണ്, വായിച്ചാൽ മതി. നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മിസ്സ്റ്റേറ്റ്മെന്റ് കുറച്ച് എക്സാമ്പിൾസുകളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതന്നെ എക്സാം ചോദിക്കണമെങ്കിൽ ഇതന്നെ എഴുതിയാൽ മതി ട്ടാ. ലൈക്ക് കൈ നിർത്തി എഴുതണ്ട. വേറെ എഴുതാൻ നമ്മൾ ഇതിനകത്ത് റിസ്ക് എടുക്കുന്നുണ്ട്. ഇതന്നെ എഴുതിയാൽ മതി. ഓക്കെ. CAJ is working as internal auditor of JK Limited non-listed company. The responsibility of internal auditor reviewing financial information, performing detailed. He is responsible for compliance to laws, regulations, and external requirement. Okay, internal auditor appoint ചെയ്തു. Responsibility like SS external related വല്ലതായിരിക്കോ? During year 2022-23, services of an employee of a company were terminated. Okay. The said employee filed a suit against the company in respect of certain compensation due to 10 lakh amount due to 10 lakhs. Which were not paid to him. Okay, obviously കേസ് ഫയൽ ചെയ്ത് അപ്പൊ തന്നെ 10 ലാക്ക് കൊടുക്കണല്ലോ. കേസിന്റെ വിധി നോക്കിയിട്ടല്ലേ കമ്പനി കൊടുക്കുള്ളൂ. ബേസ്ഡ് അപ്പോൺ അഡ്വൈസ് ഓഫ് ലീഗൽ കൗൺസിൽ ദ കമ്പനി ഹാഡ് മെയ്ഡ്. ഓക്കെ, നമുക്കറിയാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് കാരണമാവുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് നമുക്ക് ഉറപ്പാണ് എന്ത് അത് ലൈക്ക് കയ്യിന്ന് എമൗണ്ട് പോവേണ്ടി വരും. ഇത് ഒരു പാസ്റ്റ് ഇവന്റ് കാരണല്ലേ ഉണ്ടായത്. അപ്പൊ പാസ്റ്റ് ഇവന്റ് കാരണം ഒരു ഔട്ട്ഫ്ലോ ഓഫ് റിസോഴ്സസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്വൈസ് പ്രകാരം 10 ലാഖിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ജൂണില് ലൈക്ക് മാർച്ച് 2023 മാർച്ച് 2023 ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന് ശേഷം ജൂൺ 2023 അത് സെറ്റിൽ ചെയ്തു. ഔട്ട് ഓഫ് കോടതിക്ക് പുറത്ത് തന്നെ സെറ്റിൽ ചെയ്തു. 6 ലാഖിന്. ഓക്കെ. അപ്പൊ കേസ് വക്കാണൊന്നുമില്ലാതെ 6 ലാഖ് സെറ്റ് ചെയ്തു. അപ്പൊ നമുക്കറിയാം സ്റ്റാറ്റ്യൂട്ടറി ഇപ്പോഴും പ്രോഗ്രസ് ആണ്. വെച്ചാൽ ഓഡിറ്റ് റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ഇപ്പോഴും ആയിട്ടില്ല. ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഹാസ് നോട്ട് യെറ്റ് ബീൻ ഫൈനലൈസ്ഡ്. ഹൗ ഇന്ത്യൻ ഓഡിറ്റർ ഷുഡ് ഹാവ് പ്രൊസീഡ് ഇൻ ദ സിറ്റുവേഷൻ. ലൈക്ക് ഇത് മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു സംഭവമാണ്. ഇവിടെ ഇപ്പൊ എന്താ ഇന്ത്യൻ ഓഡിറ്റർ ചെയ്യേണ്ടത്? ഓഡിറ്റ് ലൈക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ASല് അക്കൗണ്ട്സിൽ വരേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ഓഡിറ്റർക്കല്ല റോള്. ഇപ്പൊ ഓഡിറ്റർക്ക് റോള് ഒരു സബ്സിക്വന്റ് SA 560 വേണമെങ്കിൽ പറയാം. ബട്ട് ഇവിടെ SA 560 പ്രകാരമുള്ള സബ്സിക്വന്റ് ഇവന്റ് അല്ല. കാരണം സബ്സിക്വന്റ് ഇവന്റ് പറഞ്ഞാൽ എന്താ? ഇവന്റ്സ് ഒക്കറിംഗ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡേറ്റ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് ദ ഫാക്ട് ബിക്കം നോൺ ടു ഓഡിറ്റർ. വെച്ചാൽ ഇപ്പൊ ഈ ഇവന്റ് എന്ത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് ആൻഡ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് തന്നെയാണ്. പക്ഷേ ആ ഇവന്റ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടായി എന്നത് ഓഡിറ്റർ അറിഞ്ഞിരിക്കേണ്ടത് ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റിന് ശേഷമായിരിക്കണം. ബട്ട് ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ആയിട്ട് പോലും ഇല്ല. ഓക്കെ. അപ്പൊ ഇവിടെ SA 560 ആദ്യം സബ്സിക്വന്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെന്താ ഇൻ ദ ഗിവൻ കേസ് ദ കമ്പനി ഹാസ് ഓൾറെഡി മെയ്ഡ് എ പ്രൊവിഷൻ ഓഫ് 10 ലാക്ക്. ഹൗവർ ദേർ ഈസ് ആൻ ഔട്ട് ഓഫ് ലൈക്ക് ക്വസ്റ്റ്യനിലെ സം ഡീറ്റെയിൽസ് വീണ്ടും എഴുതി. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇവന്റ് വിച്ച് പ്രൊവൈഡ്സ്. ഇപ്പൊ ഇവിടെ നോക്കടാ 31 മാർച്ചിന് ഇവര് ഓൾറെഡി 22-23 പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കറിയാം എന്ത് വെച്ചാ 31 മാർച്ചിന് മുന്നേ തന്നെ അറിയാം. അല്ലെങ്കിൽ 31 മാർച്ചിന് ഒരു എവിഡൻസ് ഓഫ് കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കയ്യിന്ന് കുറച്ച് പൈസ പോകേണ്ടി വരും. അപ്പൊ ഇതൊരു കംപ്ലീറ്റ്ലി 31 മാർച്ചിന് ശേഷം ഇൻകർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു ഇവന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോൺ അഡ്ജസ്റ്റിംഗ് ഇവന്റ് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് ഇവന്റ് ആണ്. കാരണം എവിഡൻസ് ഓഫ് കണ്ടീഷൻ ഈസ് എക്സിസ്റ്റിംഗ് ആസ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 മാർച്ച്. അപ്പോൾ ഇവിടെ നമ്മള് ലൈക്ക് പ്രൊവിഷൻ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈക്ക് എന്താണ് 10 ലാക്കാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അത്രയും പ്രൊവിഷന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. അതൊരു എസ്റ്റിമേറ്റ് ആയിരുന്നു. ബട്ട് റിയാലിറ്റിയിൽ പോയത് ശരിക്കും 6 ലാക്ക് ആയിരുന്നു. ഇവിടെ ആണെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് എന്താണ് അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ആയിട്ടുമില്ല, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ ഓൾറെഡി നമുക്കിപ്പോ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താലോ. അപ്പൊ 10 ലാക്ക് ഇട്ടിട്ടുള്ള പ്രൊവിഷനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? 6 ലാക്കിലോട്ട് കൊണ്ടുവരേണ്ടി വരും. അത്ര പ്രൊവിഷൻ ഇട്ടാൽ മതി. ഇപ്പൊ നോക്ക് ലൈക്ക്
കോമ്പൻസേഷൻ അക്കൗണ്ട്, ഡെബിറ്റ് ടു പ്രൊവിഷൻ ആദ്യം 10 ലാക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് ലൈക്ക് റെക്ടിഫൈ ചെയ്ത് 6 ലാക്ക് ആക്കുക. എന്നിട്ട് പ്രൊവിഷൻ ടു ബാങ്ക്, അത് ഏത് ഡേറ്റിലാണോ പേയ്മെന്റ് ചെയ്ത് അവിടെ 6 ലാക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആദ്യം 10 ലാക്ക് ഇട്ടിരുന്നെങ്കിൽ ഈ 6 ലാക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4 ലാക്ക് കൊടുക്കുമല്ലോ. അപ്പൊ അതിന് നല്ലത് ഇവിടെ ലൈക്ക് ഫിനാൻഷ്യൽ ഫൈനലൈസ് ചെയ്യാത്തതുകൊണ്ട് 10 ലാക്കിനെ റെക്ടിഫൈ ചെയ്തിട്ട് 6 ലാക്ക് ആക്കുക. സെയിം 6 ലാക്ക് തന്നെ ബാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് പോയ പോലെ കാണിക്കുക. അത്രയോടെ പറഞ്ഞുള്ളൂ. ഇറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ഓൺ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ പ്രൊവിഷൻ എമൗണ്ട് ഓൾറെഡി മെയ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓൾറെഡി 10 ലക്ഷം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പ്രൊവിഷൻ ഇട്ടിട്ടില്ലേ, അതിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലാക്കിലോട്ട് മാറ്റുക. Therefore, internal auditor should ask management to revise the provision. ലൈക് ഇന്റർണൽ ഓഡിറ്റർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ അധികാരമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മാറ്റാൻ അധികാരം മാനേജ്മെന്റിനാണ്. ഇനി മാനേജ്മെന്റ് ഇന്റർണൽ ഓഡിറ്ററിനെ മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റാം. ഇന്റർണൽ ഓഡിറ്റർ ജസ്റ്റ് ഒരു മെന്ററിങ് പോലെയാണ്. ഇന്റർണൽ ഓഡിറ്റർ സജഷൻ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയും. മാനേജ്മെന്റാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. മാനേജ്മെന്റ് ഇന്റർണൽ ഓഡിറ്ററോട് മാറ്റാൻ പറ്റാൻ പറയണമെങ്കിൽ മാറ്റാൻ പറ്റാൻ പറയാം. ലൈക് ഇന്റർണൽ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? മാനേജ്മെന്റ് അല്ലടാ. ഓക്കെ, ശരിക്കും മാനേജ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഓഡിറ്റർക്ക് വലിയ റെലവന്റ് ഇല്ല. അത് അറിയിക്കാനാണ് SA 560 പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. ബട്ട് ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പോയിന്റ് ഇടാം. ഹിയർ ദ അബവ് ഇവന്റ് ഈസ് നോട്ട് എ സബ്സിക്വന്റ് ഇവന്റ് സിൻസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ഈസ് ഫൈനലൈസ്ഡ് നോട്ട് ഫൈനലൈസ്ഡ്. ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ഫൈനലൈസ് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റ് ഫൈനലൈസ് ചെയ്ത് ഓഡിറ്റർ ഓഡിറ്റ് റിപ്പോർട്ട് ഡേറ്റിന് ശേഷമാണ് ഇത് ആദ്യമായിട്ട് അറിയുന്നത് എന്നുണ്ടെങ്കിലാണ് 560യുടെ സംഭവങ്ങളൊക്കെ വരത്തുള്ളൂ. അത് ഫിനാൻഷ്യൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലസ് ലൈക്ക് ആ ഒരു കണ്ടീഷനിൽ. ഓക്കെ, ഒക്കെ അറിയാന്ന് വിചാരിക്കണു. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. വലിയ ആനത്താലൊന്നുമില്ല. ഇത് നിങ്ങൾ വായിച്ചാൽ മതി. നല്ല ക്വസ്റ്റ്യൻ ആട്ടത്, നല്ല ക്വസ്റ്റ്യൻ ആണിത്. വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെഡിമെന്റിലെ സെയിം സംഭവങ്ങൾ തന്നെ ഡെഫിനിഷൻ ആയി കൊടുത്തു എന്നുള്ളൂ. ഇവിടെയും ഗോയിങ് കൺസേണിന്റെ സെയിം സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ലൈക്ക് കമ്പനിക്ക് കമ്പനിയുടെ എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവം കണ്ടു. അപ്പോൾ ശരിക്കും ഇനി കമ്പനി മുന്നോട്ട് ഉണ്ടാവുമോ എന്ന് ഓഡിറ്റർക്ക് കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി ക്യാഷ് ഫ്ലോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറയണം മാനേജ്മെന്റിനോട്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, ആ ക്യാഷ് ഫ്ലോയിൽ മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള അസംഷൻസ് റിലയബിലിറ്റി നോക്കണം ഓഡിറ്റർ. എന്നിട്ട് ലൈക്ക് ഗോയിങ് കൺസേൺ അപ്രോപ്രിയേറ്റ് ആണോ അല്ലയോ എന്ന് ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യണം മാനേജ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അസസ്മെന്റ് നടത്തിയതിനു ശേഷം പുതിയ വലിയ ഇൻഫർമേഷൻസ് ഉണ്ടായോ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്നത്, അതും ഓഡിറ്റർ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇതും ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ വായിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ 2 ഞാൻ ചെയ്യാത്തത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. ഓക്കെ.